പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. ACNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. ഇനി വൈകിയ സമയത്ത് അല്പസമയം നിങ്ങളുമായിട്ട് തിരുവചന യാഥാർത്ഥ്യം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ ദൈവമായി സ്തുതിക്കുന്നു. എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സത്യദൈവം എന്ന വിഷയമാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം അതിൻ്റെ അവസാന നാളുകളോട് അടുത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ലോകമെങ്ങും പല നിലകളിലുള്ളതായ സ്തോത്രം അനുഭവങ്ങളിലൂടെ മനുഷ്യൻ സമാധാനവും സന്തോഷമില്ലാത്തവരായി വളരെയധികം വേദനയുടെയും യാതനകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഇത് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ സമയമാണ്. അത് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് നാം ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്നതും അതിലാശ്രയിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമേറിയ വിഷയമാണ് എന്ന് ഇന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. സത്യദൈവം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ദൈവത്തെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിൽ പല ദൈവദാസന്മാരിലൂടെ സ്തോത്രം നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ വൈകിയ സമയത്തും സത്യദൈവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ താല്പര്യം, ഇന്ന് ലോകമെങ്ങും വിവിധ നിലകളിലുള്ളതായ വ്യാജ സന്ദേശങ്ങൾ, ഉപദേശങ്ങൾ കടന്നു കയറി ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ളതായ വസ്തുതകൾക്ക് നിരക്കാത്തതായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനേകരും സത്യമല്ലാത്ത ഉപദേശത്തിൻ്റെ പിന്നാലെ കടന്നു പോവുകയും അത് മുഖാന്തരമായിട്ട് തങ്ങളുടെ പ്രാണൻ നശിച്ചു പോകുന്നു എന്നവരറിയുന്നില്ല. എങ്കിലും ഞങ്ങൾ സത്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതായ ആ ചിന്തയോടെ നിൽക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സത്യദൈവത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ നിലകളിൽ വീക്ഷിക്കുന്നതായ ആളുകൾ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ചിലരെ സംബന്ധിച്ച് അല്പകാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിനോടനുബന്ധമായിട്ട് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തെക്കുറിച്ച് വിവിധ നിലകളിൽ പഠിപ്പിക്കുന്നവർ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്.
അങ്ങനെയുള്ള ചിലരെ സംബന്ധിച്ച് പ്രാരംഭമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഒരു വിഭാഗം ആളുകൾ നിരീശ്വരന്മാർ അഥവാ നാസ്തികർ, ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവർ ഒരു മതത്തിലും ക്രിസ്ത്യാനിത്വത്തിലും വിശ്വസിക്കാത്തവരാണ്. അങ്ങനെ ഒരു വിഭാഗം സമൂഹത്തിലുള്ളതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. മറ്റൊരു കൂട്ടർ സന്ദേഹവാദികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എങ്കിലും സകലത്തെയും സംശയിക്കുന്നു എന്നാണ് നമുക്ക് ആ വിഭാഗക്കാരെ കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമതൊരു കൂട്ടർ അജ്ഞേയവാദികൾ, ദൈവത്തിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് തിരസ്കരിക്കുന്നില്ല, എന്നാൽ അത് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതുമില്ല എന്നാണ് അത്തരക്കാരെ കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നാലാമതൊരു കൂട്ടർ നാസ്തികർ എന്നറിയപ്പെടുന്നവരാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, മതത്തിൽ അവർക്ക് വിശ്വാസവുമില്ല എന്നാണ് അക്കൂട്ടരെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അഞ്ചാമതൊരു കൂട്ടരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവരെ അദ്വൈതവാദികൾ എന്നറിയപ്പെടുന്നു. അഖിലാണ്ടത്തെ ദൈവത്തോട് തുല്യമാക്കുകയും ദൈവത്തിൻ്റെ ആളത്വത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ. ഇങ്ങനെ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ച് അനവധി വാദഗതികൾ ലോകത്തിലുണ്ട് എന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ വേദപുസ്തകം സത്യദൈവത്തെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നാം ധാരാളം കേട്ടിട്ടുള്ളതും നമുക്ക് നല്ല പരിചയമുള്ളതുമായ വേദഭാഗങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ആവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന ആ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. യഹോവ ആകുന്നു നമ്മുടെ ദൈവം, അവൻ ഒരുവൻ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, ഒന്നിലധികം ദൈവങ്ങളില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ ചിന്തകളും വിശ്വാസങ്ങളും അതിന് വിപരീതമായി നിലനിൽക്കുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യം. ദൈവത്വത്തിൽ ഒന്നിലധികം ആളത്വമുണ്ടെന്നും അത് ദൈവത്തിൻ്റെ ബഹുത്വത്തെ പ്രസ്താവിക്കുന്നു എന്നുമൊക്കെ പഠിപ്പിക്കുന്നതായ ആളുകൾ ലോകത്തിൽ ധാരാളമുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന എന്താണെന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വചന ചിന്തയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, ഒന്നിലധികം ദൈവമില്ല, ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല,
നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. യഹോവയായ ദൈവം തന്നെ പറയുകയാണ്, ഞാനാണ് യഹോവ, മറ്റൊരുത്തനുമില്ല. സ്തോത്രം. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ ഒരുപക്ഷെ എന്നെ അറിയുന്നില്ല എങ്കിലും ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു എന്ന് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം പറയുന്നു, ഞാൻ ഒരുവനാണ്, ഞാനാണ് യഹോവ, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് സർവശക്തനായ ദൈവം ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തെക്കാൾ അറിവുള്ളവരെന്ന് ചിന്തിച്ചുകൊണ്ട് പല നിലകളിലുള്ളതായ പ്രസ്താവനകൾ പഠിപ്പിക്കുന്നതായ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 44-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. നമ്മുടെ ദൈവം ഇസ്രായേലിനെ ഭരിക്കുന്ന ഇസ്രായേലിന്റെ രാജാവാണ്. അവൻ യഹോവയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവൻ തന്നെയാണ്. സൈന്യങ്ങളുടെ യഹോവയാണ് അവൻ. ഇപ്രകാരം അവൻ അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ടും നമ്മുടെ കർത്താവ് സംസാരിക്കുകയാണ്. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഞാൻ പുതിയൊരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും ചെയ്യുന്നവൻ ആർ? സംഭവിക്കുന്നതും സംഭവിക്കാൻ ഉള്ളതും ഞാൻ പ്രസ്താവിക്കട്ടെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ സംഭവിക്കുന്നതും സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കുന്നവൻ യഹോവയായ ദൈവമാണ്. അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായിട്ടും നമ്മോട് സംസാരിക്കുകയാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. അപ്പോൾ സർവശക്തിയുള്ളവനായ ദൈവം പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല എന്ന് സർവശക്തനായ ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വേറൊരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന് അറിയുവാൻ കഴിയുന്നില്ല. ദൈവം സർവജ്ഞാനിയാണ്. അവനറിയാത്തതായ ഒരു കാര്യവും ഇല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, അവൻ അറിയത്തില്ല എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം വേറൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാണ്. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയുവാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം എന്ന് വചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. ഇന്ന് ലോകം മുഴുവനും ഒന്നിലധികം ദൈവമുണ്ടെന്ന് പ്രസ്താവിക്കുവാൻ പ്രയത്നിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത്തരക്കാരായ ആളുകൾ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്.
പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തി കാണുന്നത് ഇങ്ങനെയാണ്: ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് മനുഷ്യനോട് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിശാചു പോലും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും ആ ഏക സത്യ ദൈവത്തിന്റെ മുൻപാകെ സ്തോത്രം ഭയത്തോടും വിറയലോടും കൂടെ കാണപ്പെടുകയും ചെയ്യുമ്പോൾ, സ്തോത്രം, ഞങ്ങൾ എല്ലാം അറിയുന്നവരാണെന്ന് ഭാവിച്ചുകൊണ്ട് ദൈവത്തെ സ്തോത്രം മറ്റ് വ്യത്യസ്തമായ മൂന്നാളത്വം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്തോത്രം ഒരു തെറ്റായ പഠിപ്പിക്കൽ ലോകത്തിൽ നിലനിൽക്കുന്നു. അത് ഒരിക്കലും ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് പൈശാചികമാണ്. അത് ശത്രു കൊണ്ടുവന്ന ആലോചനയാണ് എന്ന് തിരുവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് പിശാചു പോലും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുമ്പോൾ ചില ആളുകൾ സ്തോത്രം ദൈവം ഒന്നിലധികമുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് വളരെ സ്തോത്രം അപകടകരമാണ്, പരാജയമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് പറയുന്നത്, ഞാൻ വേറൊരുത്തനെ അറിയുന്നില്ല, ഞാൻ മാത്രമാണ് യഹോവ, ഞാനല്ലാതെ വേറൊരുത്തനും ഇല്ല, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല എന്ന് സർവജ്ഞാനിയായ ദൈവം ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ സ്തോത്രം മനുഷ്യർ ചിലർ പറയുകയാണ് ദൈവം ഒന്നല്ല, ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പ്രസ്താവിക്കുവാനും പഠിപ്പിക്കുവാനും തയ്യാറാകുന്നു. തീർച്ചയായിട്ടും അത്തരം വ്യാജ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ ന്യായവിധി അവൻ്റെ മേൽ വരും എന്നുള്ളതിന് യാതൊരു വിധമാകുന്ന സംശയവുമില്ല. അത് വരാതിരിക്കുവാൻ സത്യദൈവത്തെക്കുറിച്ച് അറിയേണ്ടും പോലെ അറിഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഈ വൈകിയ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നാം രേഖപ്പെടുത്തി കാണുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി യേശു തന്നെ, ക്രിസ്തു യേശു തന്നെ എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുകയാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. സകലർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. ഒരു മധ്യസ്ഥനായി മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവനെ തന്നെ യാഗമായി അർപ്പിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരുവൻ മാത്രമാണ് ദൈവം എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം, ദൈവം ഏകനാണെന്ന് തെളിയിക്കുന്ന അനേകം വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഏകത്വം എന്ന വിഷയത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് പോലെ മറ്റൊരു വിഷയത്തിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ അതിനൊക്കെ വിപരീതമായി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തെറ്റായ വഴികളിലൂടെ തിരിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ചിന്തകൾ വളരെ വളരെ ന്യായവിധിക്ക് കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്തോത്രം, അതുകൊണ്ട് വ്യാജ സന്ദേശങ്ങളിൽ ആശ്രയിച്ച് നിൽക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു
സ്തോത്രം വിഭാഗമുണ്ട്. ആ സത്യദൈവത്തെ അറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സകല മനുഷ്യരും ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഭൂമിയിലുള്ള സകല ജാതികളുടെ ഇടയിൽ ദൈവം ഏകനാണെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും അത് ഇസ്രായേൽ മക്കളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം അവരെ ആക്കി വെച്ചുമിരിക്കുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് മഹത്തേറിയ വെളിപ്പാട് ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിന് നൽകുവാനിടയായി തീർന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അബ്രഹാമിൽ നിന്ന് ഉദ്ഭവിച്ച ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ഒരു വിശുദ്ധ നിക്ഷേപമായി സ്തോത്രം കൈമാറിക്കൊണ്ടിരുന്നു എന്നും പഠിക്കുവാൻ കഴിയുന്നതാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ളതായ ആ വിശുദ്ധ ആലോചന അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും തലമുറയായി ദൈവം ആ സത്യ സന്ദേശം കൈമാറിക്കൊണ്ടിരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം അത്തരത്തിൽ തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അതിനെതിരായിട്ട് സ്തോത്രം പ്രസ്താവനകൾ ഇറക്കി ജനത്തെ പഠിപ്പിച്ച് ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തെ പലതായി വിഭജിക്കുന്നത് വളരെ വൈരുദ്ധ്യമാണ്. സകലത്തിൻ്റെയും പരമാധികാരിയായ ജീവനുള്ള ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നും ആ ദൈവത്തെ ഒന്നിലധികം ദൈവങ്ങളാക്കുവാനോ അവനെ വർദ്ധിപ്പിക്കുവാനോ സാധിക്കുന്നതല്ല എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സകലവും തന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരണപര്യന്തം വരെയും വിശ്വസ്തമായി നിൽക്കണം എന്നുള്ളതാണ് ദൈവം തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലരും സത്യദൈവത്തെ വിവിധങ്ങളാക്കി പഠിപ്പിക്കുകയും സ്തോത്രം ദൈവത്വത്തിൽ ഒന്നിലധികം ആളത്വമുണ്ടെന്നുള്ളതായ പഠിപ്പിക്കൽ നടത്തി ജനത്തെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന ഒരു സമ്പ്രദായ ലോകത്തിൽ വളർന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള മഹത്തേറിയ സത്യവും ദൂതും പഴയ നിയമ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പഴയ നിയമ പുസ്തകം നാം ആദ്യോടെ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് വളരെ മഹത്തേറിയ സത്യവും ദൂതും അതിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരിക്കൽ യഹൂദന്മാർ യേശുവിനെ കല്ലെറിയുവാൻ തയ്യാറായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം അവൻ സ്വയം ദൈവമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നാണ് സ്തോത്രം യഹൂദന്മാർ അവകാശപ്പെടുവാനിടയായി തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ഉം 33-ഉം വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു അവരോട് പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. യേശു യഹൂദന്മാരോട് പറഞ്ഞത് പിതാവിൻ്റെ കൽപ്പനയാലാണ് ഞാൻ നിങ്ങളോട് പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്ന പിതാവിൻ്റെ കൽപ്പനയാലുള്ള നല്ല പ്രവൃത്തികൾ നിമിത്തം അതിൽ ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. അതിനവർ കൊടുത്ത മറുപടി ഇതാണ്. യഹൂദന്മാർ അവനോട് 10-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യഭാഗം. യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല
ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോ യഹൂദന്മാർ യേശുവിനെ കല്ലെറിയുവാൻ ശ്രമിച്ചത് നിന്റെ നല്ല പ്രവൃത്തികൾ നിമിത്തമായിട്ടൊന്നുമല്ല, നീ ദൈവദൂഷണം പറയുന്നു അതുകൊണ്ടാണ്. നീ ഒരു മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്നവർ ഉത്തരം പറയുവാനിടയായത്. സ്തോത്രം. യേശു തന്നെ ദൈവമാണെന്ന് പ്രസ്താവിച്ചത് യഹൂദന്മാർക്ക് അനിഷ്ടമായി തോന്നി. അങ്ങനെ യേശുവിനെ കല്ലെറിയുവാൻ അവർ ശ്രമിച്ചു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ പഠിപ്പിച്ച ഈ സത്യം പുതിയ നിയമത്തിൽ ഒരിക്കലും പരസ്പര വിരുദ്ധമാകുന്നില്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കാരണം പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ച ഏക സത്യ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു പഠിപ്പിക്കലല്ല എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിവർത്തിയാകുകയാണ് ചെയ്തത് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, വ്യത്യസ്തമായ നിലകളിൽ അഥവാ സ്തോത്രം തെറ്റായ ഒരു പഠിപ്പിക്കലും സർവശക്തനായ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ മനുഷ്യർ തങ്ങൾക്ക് ഇഷ്ടമുള്ള നിലകളിൽ ഇഷ്ടം പോലൊക്കെയും പഠിപ്പിക്കുന്ന ഒരു നിലവാരമാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് ശിക്ഷാർഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരിക്കലും ദൈവത്തെ വികലമാക്കുവാൻ മനുഷ്യർക്ക് അവകാശമില്ല. ദൈവം ഒരുവനല്ലാതെ സ്തോത്രം മറ്റൊരുവനില്ല എന്ന് ദൈവം തന്നെ പറയുകയാണ്, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. എന്നാൽ ദൈവം അങ്ങനെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യർ പറയുന്നു അങ്ങനെയല്ല, ദൈവത്തിന് അതറിയാൻ പാടില്ല, എങ്കിലും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 3 ദൈവത്തെ ഈ പുസ്തകത്തിലൂടെ കാണുന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ്. അപ്പോ ഏകസത്യ ദൈവമേ ഉള്ളൂ എന്ന് ദൈവം പഠിപ്പിക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ പഠിപ്പിക്കലിന് വിപരീതമായിട്ട് ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വിപരീത ഉപദേഷ്ടാക്കളായിരിക്കുന്ന സ്തോത്രം പ്രിയപ്പെട്ടവരോട് ഈ വൈകിയ സമയത്ത് ഇളയവന് സംസാരിക്കുവാനുള്ളത്, വളരെ കൊടിയ ന്യായവിധിയിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് വളരെ വളരെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാൽ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി അരമനാഥനായ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുവാനായിട്ട് കഴിയും. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ എല്ലാവരും വെളിപ്പെട്ടു വരുന്നതായ സമയത്ത് വചനത്തിൻ്റെ സത്യത്തെ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ വിപരീതമായി പ്രസ്താവിക്കുന്ന പ്രിയപ്പെട്ടവർ ലജ്ജിക്കുവാൻ ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ പല നിലകളിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് യഹോവയായ ഞാനാണ് നിന്റെ രക്ഷകൻ. സ്തോത്രം. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന, തൻ്റെ ജനത്തെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിക്കുന്ന ഏക രക്ഷകൻ യഹോവയായ ദൈവമാണ്.
അവനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്ന് ദൈവം സംസാരിക്കുകയാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. വേദപുസ്തകത്തിൽ കാണുന്ന ഒരേ ഒരു രക്ഷകൻ യഹോവയായ ദൈവമാണ്. ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല എന്ന് പറയുമ്പോൾ തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികളായ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ ഒരേ ഒരു രക്ഷകൻ മാത്രമേ കഴിയൂ. അത് ആ സൃഷ്ടികളായിരിക്കുന്ന എൻ്റെ മക്കളുടെ പിതാവിന് മാത്രമാണ് അതിന് അധികാരമുള്ളതും അവകാശമുള്ളതും. അവൻ മാത്രമാണ്, സ്തോത്രം, തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അത് പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ തന്നെയാണ് യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അപ്പോ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, അത് യഹോവയാണെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മനിറവോടെ സംസാരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ നാം താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ആ ഏക സത്യദൈവമായ ആ ഏകരക്ഷകനായ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന ആ ഏകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് വളരെ വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യാതൊരു തെറ്റിദ്ധാരണകൾക്കും ഇടവരാതെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന നിലയിലാണ് ആ വാക്യഭാഗങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ നിലകളിൽ വ്യാജമായ സന്ദേശങ്ങൾ പഠിപ്പിച്ച് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരുടെ വഞ്ചനയിൽ കുടുങ്ങി പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കുകയും അതിനനുസരണമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ മാനുഷികമായ വെളിപ്പെടുത്തലുകളെല്ലാം, സ്തോത്രം, പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. ദൈവം ആണ് അവനെക്കുറിച്ച് വ്യക്തമായും വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ സത്യം ഒരുവന് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരുവനും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയുന്നില്ല. ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിക്കും ദൈവം എന്നൊക്കെ പറയുവാൻ കഴിയും. സത്യദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായിരിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാത്ത ഒരുവന്
സത്യദൈവത്തെക്കുറിച്ച് വ്യക്തമായി അറിയുവാൻ കഴിയുന്നില്ല. പിന്നെ പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന ഊഹാഭോഗങ്ങളും മറ്റുള്ളവരുടെ പ്രസ്താവനകൾ കേട്ടുള്ളതായ ആ സ്തോത്രം അറിവിൻ്റെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ പറയുവാൻ കഴിയും എന്നുള്ളതല്ലാതെ ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസവും ധാരണയും ഒരുവനുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഒരുവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ഒരുവന് ലഭിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടുക എന്നുള്ളത്. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പാപപരമാകുന്ന സകല പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് നീതിമാനായ കർത്താവിൽ വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ കർത്താവും ദൈവവുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അവൻ തൻ്റെ പാപങ്ങൾ മോചിച്ചു കിട്ടുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കേണ്ടതും ആവശ്യമാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് ഒരുവൻ സമയമായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം തിരുവചനത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുവാൻ, സത്യദൈവത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇളയവന് വേണ്ടി അവസരം വേർതിരിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സ്വതന്ത്ര ഇളയവനെ വിലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ടൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, സത്യദൈവം എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പമായി സംസാരിക്കുവാനുള്ളതായ കൃപ നീ നൽകിയതുകൊണ്ട് സ്തോത്രം. കേൾക്കപ്പെടുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. സത്യദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ അനുഗ്രഹിക്കണം. സകല മഹത്വവും പരിചരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ധനമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം.